ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1442 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 26 ശനിയാഴ്ച, 1200 മേടമാസം 13 ഗുരുവചനങ്ങളിലൂടെ അവരവരുടെ അസുഖത്തിന് അവരവർ തന്നെ ഔഷധം സേവിച്ച് പരിഹാരം തേടുന്നത് പോലെ നമ്മുടെ ശോച്യാവസ്ഥയ്ക്ക് നാം തന്നെ പരിഹാരം കണ്ടെത്തണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 10ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചിലർ ഗുരുവിൻ്റെ പേരിൽ വായനശാലകൾ സ്ഥാപിച്ചു. അവ പ്രായേണ ആധ്യാത്മിക കേന്ദ്രങ്ങളായി വികസിച്ചു. അതിനു ചുറ്റും പുതിയ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകൾ തനിയെ രൂപം കൊണ്ടു. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം പ്രാണവായുവായി വർത്തിച്ചിരുന്നവർ വെറും സാധാരണക്കാർ മാത്രമാണ്. നിറഞ്ഞ ആത്മാർത്ഥതയുള്ളവർ, ത്യാഗമൂർത്തികൾ. അവരുടെ നെറുകയിൽ കൃപാലുവായ ഗുരുവിൻ്റെ ആശുസരുളുന്ന അങ്കുലി സ്പർശമേറ്റിട്ടുണ്ട്. അതാണവരുടെ ശക്തിയും ഉത്തേജനവും. അവർ ഗുരുവിൻ്റെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തും. മഹാന്മാരായ സ്ത്രീ പുരുഷന്മാർ പങ്കെടുക്കുന്ന വിപുലമായ യോഗങ്ങൾ വിളിച്ചുകൂട്ടും. ദീർഘവീക്ഷണമുള്ള ഗുരു ഊന്നുന്ന ലക്ഷ്യത്തിലേക്ക് പതറാത്ത കാലടികൾ വെച്ച് മുന്നേറുവാൻ ശ്രമിക്കും. അതിനായി ആത്മാർപ്പണം ചെയ്ത് മുന്നോട്ട് വന്നവർ രാഷ്ട്രീയവും സാമൂഹികവുമായി മർദ്ദനവും അസമത്വവും അനുഭവിച്ചവരായിരുന്നു. അവരുടെ സംഘടന തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും 100 ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അതിൻ്റെ സ്വാധീനം ക്രമേണ സിലോണിലേക്കും മദ്രാസ് പ്രവിശ്യയിലേക്കും പടർന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.